ധന്യനായ ഏകാധിപതിയും കർത്താധികർത്താവും രാജാധിരാജാവുമായി താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, കാണുവാൻ കഴിയാത്തവനുമായ പിതാവായ ദൈവത്തിന് ഞാൻ സ്തുതി സ്തോത്ര ബഹുമാനങ്ങൾ അർപ്പിക്കുന്നു. ആ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്ന ഏകജാതനായ ദൈവപുത്രൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള വന്ദനങ്ങൾ എല്ലാവർക്കും അറിയിക്കുന്നു. പിന്നെയും നാം ഒരുമിച്ച് തിരുവെഴുത്തുകളിലേക്ക് തിരിയുകയാണല്ലോ. ചില ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നാം ഒരുമിച്ച് ദൈവവചനം പങ്കുവെച്ചത്. ഓർമ്മ കാണും എന്നാലും നമ്മൾ എവിടെയായിരുന്നു എന്നുള്ളത്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലാണ്. എത്രാമത്തെ മുദ്രാഭേദനമായിരുന്നു നാം കണ്ടതെന്ന് ഓർമ്മ കാണുമല്ലോ? അഞ്ചാമത്തേത്. അഞ്ചാമത്തെ മുദ്രാഭേദനത്തിൽ നാം കണ്ടത്, അല്ലെങ്കിൽ യോഹന്നാൻ കണ്ടതാണ് നമ്മളും കണ്ടുകൊണ്ടിരിക്കുന്നത്. യോഹന്നാൻ കണ്ടത് രക്തസാക്ഷികളുടെ ആത്മാക്കളെ. രക്തസാക്ഷികളുടെ ആത്മാക്കൾ. അതിൽ നിന്നും നമുക്ക് മനസ്സിലായി, രക്തസാക്ഷികളുടെ ആത്മാക്കൾ മാത്രമേ ആ സമയത്ത് ഉയർപ്പ് ലഭിക്കാത്തതായിട്ടുള്ളൂ എന്ന്. അതും പ്രത്യേകിച്ച് രക്തസാക്ഷികളുടെ മാത്രം ആത്മാക്കളെ അവിടെ കണ്ടതുകൊണ്ട് മരിച്ചുപോയ മറ്റുള്ളവരുടെ ആത്മാക്കൾ, പ്രത്യേകിച്ച് വിശുദ്ധന്മാരുടെ, ദൈവത്തോട് നിലവിളിപ്പാൻ കഴിയുന്നവരുടെ ആത്മാക്കൾ അവിടെ ഇല്ല എന്നതും നമുക്ക് മനസ്സിലാക്കാം. ആ ആത്മാക്കൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ ഇതിനോടകം ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമായി എന്ന് തന്നെയാണ്. പ്രധാനമായും 2 തരം ഉയർത്തെഴുന്നേൽപ്പുകൾ ഉള്ളതായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഓർമ്മ കാണുമല്ലോ. ഇല്ല. നിത്യജീവനിലേക്ക്, നിത്യമരണത്തിലേക്കും. അതിനു മുമ്പ് ഒരു വിഭജനമുണ്ട്. പറഞ്ഞത് ശരിയാണ്. യെസ്, വെരി ഗുഡ് ജോചാൻ. റിസറക്ഷൻ ടു മോർട്ടാലിറ്റി ആൻഡ് റിസറക്ഷൻ ടു ഇമ്മോർട്ടാലിറ്റി. ദ്രവത്വത്തിലേക്കുള്ള ഉയർപ്പും അദ്രവത്വത്തിലേക്കുള്ള ഉയർപ്പും എന്ന 2 ഉയർപ്പുകളാണ് അടിസ്ഥാനപരമായിട്ടുള്ളത്. ദ്രവത്വത്തിലേക്കുള്ള ഉയർപ്പ് എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൽ ഏതാണ്ട് 8 പേരുടെ ഉയർപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള തരം. നമുക്കേറെ പരിചയമുള്ളതാണ് ലാസറിന്റെ ഉയർപ്പ്. പഴയ നിയമത്തിൽ 3 പേർ അങ്ങനെ ഉയർത്തിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷാകാലത്തും 3 പേർ ഉയർത്തിട്ടുണ്ട്. അപ്പോസ്തോലിക കാലത്ത് 2 പേർ. അങ്ങനെ 3 ഉം 2 8 പേർ. ഈ 8 പേരും ഉയർത്തത് വീണ്ടും മരിക്കുന്ന ശരീരത്തിലേക്കാണ്. അതിനെയാണ് ദ്രവത്വത്തിലേക്കുള്ള ഉയർപ്പ് എന്ന് വിളിക്കുന്നത്. മരണകരമായ ശരീരത്തിലേക്ക് തന്നെ ഉയർത്തും. മരിച്ച അതേ ശരീരം ഉയർത്തും. വീണ്ടും മരിക്കാവുന്ന ശരീരത്തിൽ തന്നെയാണ് അവർ ഉയർത്തത്. അതുകൊണ്ടാണ്
യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ച ലാസറിനെ യഹൂദന്മാർ, ബാക്കി പറയാമല്ലോ, കൊല്ലാൻ നോക്കിയത്, കൊല്ലാൻ വേണ്ടി ആഗ്രഹിച്ചു നോക്കി. യേശു ഉയർപ്പിച്ചതായിരുന്നു. പക്ഷെ ആ ലാസറും യേശുവിനോടൊപ്പം ഇരുന്നത് കൊണ്ടും ആ ഉയർപ്പൊക്കെ യേശുവിനെ കുറിച്ചുള്ള ഒരു നല്ല സാക്ഷ്യത്തിന് കാരണമായതുകൊണ്ടും അവർ ലാസറിനെ പിന്നെയും കൊല്ലാൻ നോക്കി. കാരണം ലാസർ വീണ്ടും മരിക്കാവുന്ന, നേരത്തെ മരിച്ച അതേ ശരീരത്തിലാണ് ഉയർത്തത്. ഈ 8 പേരുടെ ഉയർത്തെഴുന്നേൽപ്പിനെ വിളിക്കുന്ന പേരാണ് മർത്യമായ ശരീരത്തിലേക്കുള്ള, അല്ലെങ്കിൽ ദ്രവത്വമുള്ള ശരീരത്തിലേക്ക് വീണ്ടും ഉയർക്കുന്ന ഉയർപ്പ്. റിസറക്ഷൻ ടു മോർട്ടാലിറ്റി. അതൊരു അത്ഭുതമെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നും അങ്ങനെയുള്ളവർ ഉണ്ടാകാം. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവർ ഇന്നും ഒരുപക്ഷെ കാണും. പലരും പലയിടത്തും സാക്ഷ്യം പറയാറുണ്ടല്ലോ. ചില പ്രസംഗകർ അവകാശവാദം ഉന്നയിക്കാറുണ്ട്, എൻ്റെ ശുശ്രൂഷയിൽ ഇത്ര പേർ ഉയർത്തിട്ടുണ്ടെന്ന്. നിഷേധിക്കുന്നില്ല, സാധ്യമാണ്. പക്ഷേ ആ ഉയർപ്പ് കൊണ്ട് നിത്യതയ്ക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ല. ആ ഉയർത്തവരും കർത്താവിനെ തള്ളിക്കളഞ്ഞ് പിന്മാറ്റാവസ്ഥയിൽ പോകുവാൻ സാധ്യതയുള്ളവരാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരത്ഭുതവും നമ്മെ നിത്യതയ്ക്ക് വേണ്ടിയിട്ട് ഉറപ്പോടെ ഒരുക്കുന്നില്ല. അതവിടെ നിൽക്കട്ടെ. എന്നാൽ രണ്ടാമതൊരു ഉയർപ്പ്, അതാണ് അദ്രവത്വത്തിലേക്കുള്ള ഉയർപ്പ്, അമർത്യതയിലേക്കുള്ള ഉയർപ്പ്. ആ ഉയർപ്പിന്റെയാണ് ഏറെ വിശേഷതകൾ നാം 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നിന്നും കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് ശ്രദ്ധിച്ചത്. പിന്നെ ഒരിക്കലും മരിക്കുവാൻ കഴിയാത്ത ശരീരത്തിൽ, ആർക്കും കൊല്ലുവാൻ കഴിയാത്ത അമർത്യവും അദ്രവത്വമുള്ളതുമായ അക്ഷയ ദേഹത്തിലേക്കുള്ള ഉയർപ്പ്. അങ്ങനെ ഉയർത്തവരിൽ ആദ്യജാതൻ, ഏറ്റവും ആദ്യം ഉയർത്തത് നമ്മുടെ കർത്താവായ യേശു ആണെന്ന് നാം പല ഭാഗങ്ങളിൽ നിന്നും പഠിച്ചിട്ടുണ്ട്. ഈ വെളിപ്പാട് പുസ്തകം തന്നെ 1-ാം അധ്യായം 5-ാം വാക്യം മുതൽ നാം കാണുന്നു, മരിച്ചവരിൽ നിന്ന് ആദ്യജാതനും. 1 കൊരിന്ത്യർ 15-23 നാം അത് കണ്ടിട്ടുണ്ട്. ഓരോരുത്തരും താൻ്റെ നിരയിലത്രേ ആദ്യഫലം ക്രിസ്തു. അപ്പോൾ യേശുക്രിസ്തുവാണ് അദ്രവത്വത്തിലേക്ക് ഉയർത്തവരിൽ ഒന്നാമൻ. നാം ആ വിഷയങ്ങളൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആ ഉയർപ്പിന്, ഈ അദ്രവത്വത്തിലേക്കുള്ള ഉയർപ്പിനെ വീണ്ടും നമുക്ക് 2ആയി തരംതിരിക്കാം. അതാണ് മുമ്പേ ഷീല സിസ്റ്ററാണെന്നല്ലോ പറഞ്ഞത്. നിത്യജീവങ്കലേക്കുള്ള ഉയർപ്പും നിത്യ മരണത്തിലേക്ക് അല്ലെങ്കിൽ ശിക്ഷാവിധിയിലേക്കുള്ള ഉയർപ്പും. അതിനെ 1-ാം പുനരുത്ഥാനമെന്നും പേരെങ്ങനെയുള്ളൂ. ആ 1-ാം പുനരുത്ഥാനം എന്നിട്ടിരിക്കുന്നത് കൊണ്ട് അടുത്തതിനെ നമുക്ക് 2-ാം പുനരുത്ഥാനമെന്ന് വിളിക്കാം. അപ്പോ ഇങ്ങനെയാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അതിൽ ആദ്യത്തെ പുനരുത്ഥാനത്തിന് 3 മുഖങ്ങൾ ഉള്ളതായി കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് നമ്മൾ പഠിക്കുകയുണ്ടായി. അതുകൊണ്ട് പൊതുവെ വേദപഠിതാക്കൾ ഉയർത്തെഴുന്നേൽപ്പിനെ ഒരു കൊയ്ത്തുമായിട്ടാണ് താരതമ്യം ചെയ്യാറ്. കൊയ്ത്തിന് 3 വശങ്ങൾ ഉണ്ട്. ആദ്യത്തേത്
പ്രത്യേകിച്ച് യഹൂദന്മാരും ഇസ്രായേൽ മക്കളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ആദ്യത്തേത് ആദ്യഫലക്കറ്റയുടെ കൊയ്ത്താണ്. ഹാർവസ്റ്റ് ഓഫ് the first fruits that has been fulfilled in Jesus Christ as he rose again as the first fruit among the dead. മരിച്ചവരിൽ നിന്നും ആദ്യജാതനായി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് അതിന് തെളിവ. യേശു ഉയർത്തെഴുന്നേറ്റു, ആദ്യ ഫലത്തിന്റെ കൊയ്ത്ത്. അതിനുശേഷമാണ് പ്രധാനപ്പെട്ട കൊയ്ത്ത്. അത് കഴിഞ്ഞിട്ട് കാലാപെറുക്ക്, ഗ്ലീനിങ്. ഇതുപോലെ തന്നെ ഈ വിശുദ്ധന്മാരുടെ ഉയർപ്പിനും 3 വശങ്ങളുള്ളതായി കാണുന്നു. ഒന്നാമത്തേത് നമ്മുടെ കർത്താവിന്റെ തന്നെ ഉയർപ്പാണ്. ആ സമയത്ത് തന്നെ ഉയർത്തെഴുന്നേറ്റ പഴയ നിയമ ഭക്തന്മാരുടെ ഉയർപ്പും കാണാം. എല്ലാവരുമല്ല, എത്ര പേരാണെന്നും അറിയില്ല, ആരൊക്കെയാണെന്നും അറിയില്ല. രണ്ടാമത്തേതാണ് കർത്താവായ യേശുവിന്റെ വരവിങ്കൽ എണ്ണമറ്റ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. അതാണ് പ്രധാന കൊയ്ത്ത്. എന്നാൽ അതുകൊണ്ടും ഒന്നാം പുനരുത്ഥാനം അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം തീരുന്നില്ല. പിന്നെ ഒരു കാലാപെറുക്കുണ്ട്, ഒരു ഗ്ലീനിങ് ഉണ്ട്. അതാണ് നാം വെളിപ്പാട് 20-ാം അധ്യായം 4, 5, 6 വാക്യങ്ങളിൽ കാണുന്നത്. അതേപ്പറ്റിയാണ് നാം ഒന്നാം പുനരുത്ഥാനമെന്ന് വിളിക്കുന്നത്. അതിൽ പങ്കുള്ളവൻ വിശുദ്ധനും ഭാഗ്യവാനും ആകുന്നു. എല്ലാവരും ആ ഉയർപ്പിൽ ഉയർക്കുന്നില്ല. അപ്പോൾ ഈ വിശുദ്ധന്മാരുടെ അല്ലെങ്കിൽ ഒന്നാം പുനരുത്ഥാനം, ആ പുനരുത്ഥാനത്തിന് പൗലോസ് പറയുന്ന പേര് നമ്മൾ ഫിലിപ്പ് ലേഖനത്തിൽ നിന്നും കുറച്ചാഴ്ചകൾക്ക് മുമ്പ് വായിച്ചായിരുന്നു. മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉള്ള പുനരുത്ഥാനം. റിസറക്ഷൻ ഫ്രം among the dead. മറ്റെല്ലാവരും മരിച്ചു കിടക്കുമ്പോൾ അവരുടെ ഇടയിൽ നിന്നും ചിലർ ഉയർത്തെഴുന്നേൽക്കും. ഈ ഒന്നാം പുനരുത്ഥാനത്തിലെ 3 ഘട്ടങ്ങൾ. അതിൽ ആദ്യ ഘട്ടം യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം, ഉയർത്തെഴുന്നേൽപ്പ് എന്ന സമയത്ത് നടന്നു. അതിന്റെ പ്രധാനപ്പെട്ട 2-ാം ഭാഗം യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിൽ നടക്കുന്നു. അതിന്റെ അവസാന ഘട്ടം യേശുക്രിസ്തു ഭൂമിയിലേക്ക് 2ാമതും ഇറങ്ങി വരുന്ന സമയത്ത് സംഭവിക്കുന്നു. അപ്പോൾ ഈ പുനരുത്ഥാനത്തിന്റെ ആദ്യത്തെ 2 ഘട്ടങ്ങൾ പൂർത്തീകരിച്ചു എന്ന് നമുക്ക് വെളിപ്പാട് 6-ാം അധ്യായത്തിൽ നിന്നും മനസ്സിലാക്കാം. 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും തലഛേദിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ മാത്രമായി അവിടെ കണ്ടപ്പോൾ മറ്റു കൂട്ടറില്ല എന്നത് മനസ്സിലാക്കാം. അതായത് സഭാ കാലയളവിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ സ്തേഫാനോസ് തുടങ്ങിയുള്ളവർ അവിടെ കാണും. അതിൽ രക്തസാക്ഷികളുണ്ട്, സ്വാഭാവിക മരണം വരിച്ചവരുണ്ട്, അവരുടെ ഓട്ടം തികച്ച് ശുശ്രൂഷ നിവർത്തിച്ച് പോയവരുണ്ട്. പ്രധാനമായിട്ടും രക്തസാക്ഷികളും സ്വാഭാവിക മരണം വരിച്ചവരും ആ കൂട്ടത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാം. എന്നാൽ ഇവിടെ നമുക്ക് നിലവിളിക്കുന്ന
രക്തസാക്ഷികളുടെ ആത്മാക്കളെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ എന്നതുകൊണ്ടാണ് ഈ സംഭവത്തിന് മുൻപ് തന്നെ സഭയുടെ ഉൽപ്രാപണം നടന്നിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നത്. അതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് നാം ആ ഭാഗത്തേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. അങ്ങനെ ദൈവത്തിന്റെ വചനവും തങ്ങളുടെ സാക്ഷ്യവും നിമിത്തം തലഛേദിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ യോഹന്നാൻ യാഗപീഠത്തിന്റെ കീഴിൽ കാണുന്നു. ദൈവവചനം, തിരുവെഴുത്തുകൾ അനുസരിക്കുവാൻ അവർ തയ്യാറായ വിഷയമാണത്. 2, തങ്ങളുടെ സാക്ഷ്യം നിമിത്തം. നമ്മൾ ഞായറാഴ്ച സഭയിൽ പറഞ്ഞ സാക്ഷിയാണോ? അല്ല. യേശു എന്നെ സൗഖ്യമാക്കിയെന്ന കൺവെൻഷനിൽ പറയുന്ന സാക്ഷ്യവും അല്ല. ഇങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. തങ്ങളുടെ സാക്ഷ്യം നിമിത്തം അവർ സാത്താനെ ജയിച്ചു, അതുകൊണ്ട് എഴുന്നേറ്റ് സാക്ഷ്യം പറയാൻ. മനസ്സിലായോ? ഇത് ആ സാക്ഷിയല്ല. പിന്നെ ഈ സാക്ഷ്യം പിന്നെ ഏത് സാക്ഷിയാ? നിങ്ങളും കൂടെ പോരാ, ഒന്ന് പറഞ്ഞു. രക്തസാക്ഷികളാവുന്നവരുടെ സാക്ഷി. ആ സാക്ഷി, രക്തസാക്ഷികളാകുന്ന തരം സാക്ഷി ഏത് സാക്ഷിയാ? ക്രിസ്തുവിനെ തള്ളിക്കളയാത്ത സാക്ഷി, ക്രിസ്തുവിന് വേണ്ടിയുള്ള സാക്ഷി. ആബ്സല്യൂട്ട്ലി. ക്രിസ്തുവിനോടുള്ള ഒരുത്തന്റെ അധീശത്വത്തെ, ഒരുത്തന്റെ സമർപ്പണത്തെ, യേശുക്രിസ്തുവിനോടുള്ള ഒരുത്തന്റെ വിധേയത്വത്തെ മരണത്തിൽ പോലും തള്ളിക്കളയാതെ ഏറ്റുപറയുന്ന സാക്ഷ്യമാണ് ഇവിടെ. സാധാരണ നമ്മുടെ സഭകളിൽ പറയുന്നത് പോലെ കർത്താവ് വല്ലവനും നല്ലവനുമായിരുന്നു. കർത്താവ് വല്ലവനും നല്ലവനായിരുന്നു. അതല്ല. ഞായറാഴ്ചയോ മറ്റേതെങ്കിലുമൊക്കെ ദിവസമോ നമുക്ക് കർത്താവിനെ കുറിച്ച് 2 വാക്ക് പറയാൻ എവിടെ അവസരം കിട്ടിയാലും കളയണ്ട, അത് പറഞ്ഞു, കുഴപ്പമില്ല. സാക്ഷ്യം പൊതിഞ്ഞു കെട്ടി എന്നൊക്കെയുള്ള കാര്യമൊക്കെ നമ്മുടെ ഇടയിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, സന്ദർഭോചിതം അല്ലാതെ. അങ്ങനെയൊന്നും ഏതായാലും പൊതിഞ്ഞു കെട്ടണ്ട. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത നന്മകളെ, ഉപകാരങ്ങളെ ഒക്കെ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയും മറ്റുള്ളവരുടെ, വിശുദ്ധന്മാരുടെ ധൈര്യത്തിന് വേണ്ടിയും നമുക്ക് വയ്ക്കണം. അതിനുവേണ്ടിയായിരുന്നു പണ്ടൊക്കെ നമ്മുടെ കൂടിവരവുകളിൽ സാക്ഷ്യം തുടങ്ങിയത്. അങ്ങനെ പ്രത്യേകിച്ച് ആത്മാർത്ഥതയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാനൊന്നും ഇല്ലെങ്കിൽ എഴുന്നേൽക്കുകയും വേണ്ട, വെറുതെ സമയം കളയണ്ട. 1 മണിക്കൂറൊക്കെ സാക്ഷ്യം പറയാൻ വേണ്ടി എടുക്കുന്ന സഭകളുണ്ട്. വെറുതെ എഴുന്നേറ്റ് നിന്ന് അതും ഇതൊക്കെ പറയുക. അത്രയും സമയം കൂടെ ദൈവവചനം പങ്കുവെക്കാൻ വേണ്ടി ഉപയോഗിക്കൂ, അത് പ്രയോജനം ചെയ്യും. പറഞ്ഞു വരുന്നത്, അങ്ങനെ പറയുന്ന സാക്ഷ്യമല്ല ഇത്. തങ്ങൾ ആരാണ്, തങ്ങളുടെ കർത്താവ് ആരാണ് എന്ന് പരസ്യമായി സാക്ഷീകരിക്കുന്ന ഒരു പ്രക്രിയയാണിത്. ദാറ്റ് വാസ് നോട്ട് ഈസി ഈവൻ. അത് ലളിതമല്ല.
തങ്ങളുടെ ജീവൻ കൊണ്ട് വേണം ആ സാക്ഷ്യത്തിന് ഒപ്പുവയ്ക്കുവാൻ. എന്നിട്ടും അവർ പിന്മാറിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. കേവലം നഷ്ടങ്ങളല്ല അവർക്ക് സംഭവിച്ചത്, മരണമാണ്. മരണം. അപ്പോൾ അവർ മരണം സ്വതവേ തിരഞ്ഞെടുക്കുകയായിരുന്നു. അബദ്ധത്തിലും അറിയാതെയും ചെന്നു പെട്ടതല്ല. അവർ മനഃപൂർവം തിരഞ്ഞെടുത്ത മരണമാണത്. പക്ഷേ കർത്താവിന് വേണ്ടി അങ്ങനെ അവസാനം വരെ വിശ്വസ്തയോടെ നിന്നവരെ കർത്താവ് തള്ളിക്കളയുന്നില്ല. സ്തോത്രം. രക്തസാക്ഷിത്വം എന്നതിന്റെ അർത്ഥവും നിങ്ങൾക്കറിയാമല്ലോ. രക്തസാക്ഷിക്കകത്തും ഒരു സാക്ഷി എന്ന പദമുണ്ട്. മാറ്റൂറിയോസ് എന്ന മൂലപദത്തിൽ നിന്നാണ് ഇംഗ്ലീഷിലെ മാർട്ടിയർ എന്ന പദം ഉണ്ടായിരിക്കുന്നത്. മാർട്ടിയർ എന്നതാണ് രക്തസാക്ഷി എന്നുള്ള ആംഗലേയ പദം. അതേ പദം തന്നെയാണ് സാക്ഷികളാവുക എന്നതിന് അപ്പോസ്തല പ്രവൃത്തികൾ 1:8 യേശു ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ജീവൻ കൊടുത്തുകൊണ്ട് പോലും തങ്ങൾ പറയുന്ന കാര്യം സത്യമാണെന്ന് തെളിയിക്കുക. തങ്ങൾ പറയുന്ന കാര്യത്തിന്റെ തെളിവിന് വേണ്ടി അത് സത്യമാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടി സ്വന്തം ജീവനെ പോലും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥ. എബ്രായർ 11 പറയുന്നത് ഇത് തന്നെയല്ലേ? 37, 36 പറയുന്നേ. അതെ. തങ്ങൾ ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റി. വേറെ ചിലർ പരിഹാസം. ഓക്കെ. അവർക്ക് രക്ഷപ്പെടുവാൻ അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവർ മരണം തിരഞ്ഞെടുത്തു. മരണം തിരഞ്ഞെടുത്തു. ഇവിടെ അങ്ങനെ മരിക്കുമ്പോഴും തങ്ങൾ യേശുവിനോട് വിധേയപ്പെട്ടവരാണ്. യേശു മാത്രമാണ് തങ്ങളുടെ ദൈവമെന്ന്, യേശു മാത്രമാണ് തങ്ങളുടെ കർത്താവെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടാണ് മരണം വരിച്ചത്. യേശുവിനെ തള്ളിപ്പറയാൻ, യേശുവിനെ ഉപേക്ഷിക്കുവാൻ കൽപ്പന ലഭിക്കുമ്പോഴും രാജകൽപ്പനകളെ, ഭരണാധിപന്മാരുടെ കൽപ്പനകളെ പോലും ഭയപ്പെടാതെ അവർ ക്രിസ്തുവിനോടുള്ള തങ്ങളുടെ വിശ്വസ്തതയും വിധേയത്വവും ഏറ്റുപറയുന്നു. അതാണ് ഇവിടെ പറയുന്ന സാക്ഷ്യം, അല്ലെങ്കിൽ തങ്ങളുടെ സാക്ഷി എന്നുള്ളത്. അപ്പോൾ ദൈവവചനവും തങ്ങളുടെ സാക്ഷ്യവും നിമിത്തം തലഛേദിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ യോഹന്നാൻ കാണുന്നു. അവർ നിലവിളിക്കുകയാണ്. അവരുടെ രോദനമാണ് തങ്ങളോട് ദയ കാണിക്കാതെ കൊന്നുകളഞ്ഞ ഭൂമിയിൽ വസിക്കുന്നവരോട് പ്രതികാരം ചെയ്യുവാൻ. എന്നാൽ അവരുടെ പ്രാർത്ഥന ആ സമയത്ത് കേട്ട് കർത്താവ് പ്രതികാരം ചെയ്യുന്നില്ല. ദൈവത്തിന്റെ നിശ്ചിതമായ സമയങ്ങളുണ്ട്. ദൈവത്തിന് സമയക്രമങ്ങളുണ്ട്. ആ സമയക്രമം അനുസരിച്ചേ ദൈവം കാര്യങ്ങൾ ചെയ്യും. ആ സമയക്രമം ദൈവം ക്രമീകരിച്ചിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? തെറ്റിയാലും സാരമില്ല. സാക്ഷികളാകുവാൻ. അതെ, ഈ
സമയം. ഈ സന്ദർഭത്തിൽ മറ്റുള്ളവരുടെയും കൂടെ അല്ലെങ്കിൽ ചില രക്തസാക്ഷികളും കൂടെ രക്തസാക്ഷിത്വം വരിപ്പാനുണ്ട് എന്നുള്ളതാണ്. പൊതുവെ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ടൈം ടേബിൾ, ദൈവത്തിൻ്റെ കലണ്ടർ, ദൈവത്തിൻ്റെ സമയക്രമം ദൈവം ക്രമീകരിച്ചിരിക്കുന്നതിന് എന്താണ് അടിസ്ഥാനം? ദൈവത്തിൻ്റെ ആത്യന്തികമായ പദ്ധതി. ദൈവത്തിൻ്റെ ആത്യന്തികമായ പദ്ധതി. ഓക്കെ, വേറെന്തെങ്കിലും? ദൈവത്തിൻ്റെ ആത്യന്തികമായ പദ്ധതി, അതും ദൈവം ക്രമീകരിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സുപ്രീം വിൽ, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് കുറച്ചും കൂടെ കൃത്യമായ ഉത്തരം കിട്ടാനുണ്ട്. God's sovereignty. Sovereign will. God's sovereignty. Sovereign will. Sovereignty ഇച്ചിരൂടെ കൃത്യമായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴും whether we consider God's sovereignty or God's sovereign will, then we will have to admit that God has ordained some people in his sovereignty to eternal doom. ദൈവത്തിൻ്റെ പരമാധികാരത്തിലോ പരമമായ ഇഷ്ടമനുസരിച്ചോ ആണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ചിലരെ ദൈവം നിത്യ നാശത്തിനായി നിയമിച്ചിരിക്കുന്നു എന്ന ഒരു ഭാഗം നമുക്ക് സമ്മതിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയല്ല. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ബിക്കോസ് he wills, he desires some others also to be saved, but the very reason behind God's timetable, the very reason in the sense, the very basis of God's timetable, his eternal purpose, ദൈവത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനാദി നിർണയത്തിൻ്റെ തീരുമാനത്തിന് അടിസ്ഥാനമായ ഒരു ഘടകം, ഒരു പ്രധാന ഘടകമുണ്ട്. That is not God's will, because God wills that no one should perish and everyone should get opportunity for repentance and all should repent. ദൈവത്തിൻ്റെ ഹിതമെന്ന് പറയുന്നത് ആരും നശിച്ചു പോകരുത്, എല്ലാവർക്കും മാനസാന്തരത്തിനുള്ള അവസരം ഉണ്ടാവണം, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാ. റോമർ 8:29 വാക്യം. റോമൻസ് 8:29. Predestination. No, before that something that is there. Whom did God predestine? Whom he foreknew. Yeah, whom he foreknew. So the first thing comes is God's sovereign knowledge. God's sovereign knowledge precedes his sovereign will and sovereign power. ദൈവത്തിൻ്റെ പരമമായ ഇഷ്ടത്തിനും
പദ്ധതികൾക്കും അധികാരത്തിനും മുമ്പേ പ്രവർത്തനക്ഷമമാകുന്ന ദൈവീകമായ ഒരു കാര്യമാണ് ദൈവത്തിന്റെ പരമജ്ഞാനം, സർവജ്ഞാനം, അല്ലെങ്കിൽ മുന്നറിവെന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് പറയാം. കൃത്യതയോടെ പറഞ്ഞാൽ മുന്നറിവ്, ഫോർ നോളജ്. whom he foreknew he predestined. അപ്പോൾ ദൈവത്തിന്റെ സമയക്രമം ഒരുക്കിയിരിക്കുന്നത് ദൈവത്തിന്റെ പരമമായ അധികാരത്തെക്കാൾ, ദൈവത്തിന്റെ പരമമായ ഹിതത്തെക്കാൾ, അത് രണ്ടും ഉണ്ട്, ദൈവത്തിന്റെ പരമമായ ജ്ഞാനത്തിൽ അധിഷ്ഠിതമാക്കിക്കൊണ്ടാണ്. അതിനെ മുന്നറിവ് എന്ന് വിളിക്കുന്നു. മുന്നറിവ്. സംശയം ഒന്നുമില്ലല്ലോ? ശരി. അപ്പോൾ ഈ രക്തസാക്ഷികളുടെ, അല്ലെങ്കിൽ എന്തോ എക്സ്പ്ലെയിൻ ചെയ്യാമോ ഫസ്റ്റ്? ഈ 7 വർഷം ഉള്ള കാലം കൊണ്ട് രക്തസാക്ഷികളാകുന്നവർ മാത്രമല്ല ഉള്ളൂ. ഇവിടെ പറയുന്ന ബാക്കിയുള്ളവരെന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? ഏത് ഭാഗമാ? ഇപ്പൊ പറഞ്ഞ ഭാഗം, ഗോഡ്സ് കലണ്ടർ. ദൈവത്തിന്റെ പദ്ധതികളെ എല്ലാം ദൈവം ക്രമപ്പെടുത്തുന്നതിന്റെ ഏറ്റവും മൂലമായ അടിസ്ഥാനം എന്താണ്? ഫോർ നോളജ്. ഫോർ നോളജ്. ഇപ്പൊ തന്നെ നമ്മുടെ ഈ സൂം 100 പേരെ മാത്രം അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഒന്നാണ്. അല്പം കൂടെ പൈസ കൊടുത്താൽ 500 പേർക്ക് കയറാവുന്ന സൂം നമുക്ക് കിട്ടും. അല്പം കൂടെ പൈസ കൊടുത്ത് അത് ആനുവൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, 1 വർഷത്തേക്ക് അത് വാങ്ങാനായിട്ട് നമുക്ക് പറ്റും. നമുക്ക് അതിന് കഴിയും. അറിയാം അതെന്ത് ചെയ്യണമെന്ന്, എത്ര രൂപ കൊടുക്കണമെന്നറിയാം. അത് കൊടുക്കാനുള്ളത് നമ്മുടെ പോക്കറ്റിലുണ്ട്. പക്ഷേ നമ്മൾ ഈ 100 പേർക്കുള്ളതേ വാങ്ങിയിട്ടുള്ളൂ. അല്പം പൈസ ലാഭിക്കാൻ വേണ്ടിയാണോ? അല്ല. പിന്നെ For knowledge that only so many people will come. അത്രേ ഉള്ളൂ. 100 പേരിൽ താഴെയേ നമുക്ക് ഇതിൽ ജോയിൻ ചെയ്യുന്നവരുള്ളൂ എന്ന അറിവ് കൊണ്ടാണത്. ഇപ്പൊ ഡോക്ടർ സാജുവിന്റെ ചർച്ചിൽ സപ്പോസ് 100 വിശ്വാസികളുണ്ട്. ഈ ആഴ്ചത്തെ അല്ലെങ്കിൽ അടുത്ത ആഴ്ചത്തെ കോട്ടേജ് മീറ്റിംഗ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചാണ് നടക്കുക. അദ്ദേഹം സഭയിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളിലേക്ക് വീടുകളിൽ വരുന്നതാ, നിങ്ങളെല്ലാവരും വരണം കേട്ടോ. എന്നാലും ഈ വരുന്നവർക്കൊക്കെ ആഹാര ക്രമീകരണം അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. 100 പേർക്കുള്ള ആഹാരം ക്രമീകരിക്കുമോ? ഇല്ല. ഉദാഹരണത്തിന് പറയുന്നു, ഒരു 60 പേർക്കുള്ളതേ മാക്സിമം ചെയ്യും. എന്താ, ബാക്കി 40 പേര് വരരുതെന്നും വന്നാൽ ഒന്നും കഴിക്കാതെ പൊക്കോണമെന്നും ഉള്ള ആഗ്രഹം കൊണ്ടാണോ? അല്ല.
നിങ്ങളെല്ലാവരും വരണമെന്ന് ഞായറാഴ്ച എഴുന്നേറ്റ് നിന്ന്, ഇപ്പൊ അവിടെ ഞായറാഴ്ചയാണല്ലോ, ഞായറാഴ്ച എഴുന്നേറ്റ് നിന്ന് സഭയെ ക്ഷണിച്ചത് വെറും പൊളിവാക്കുകളായിരുന്നോ? അല്ല, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അത് പറഞ്ഞപ്പോഴും വീട്ടിലാ യോഗം വെച്ചത്, ഹോട്ടലിലും ഹാളിലും അല്ല. കാരണം വീട്ടിൽ കൊള്ളുന്നവർ അത്രയുമേ വരൂ എന്ന് അദ്ദേഹം അറിഞ്ഞു. അവർക്കുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ ചെയ്തുള്ളൂ. നമ്മുടെ മക്കളുടെ കല്യാണത്തിന് 1000 കുറിയടിക്കും. ഈ 1000 കല്യാണക്കുറിയും നമ്മൾ വിതരണം ചെയ്യും. എന്നാലും 250 പേർക്കുള്ള ആഹാരമേ ക്രമീകരിക്കൂ. 1000 പേരെ വിളിച്ചെങ്കിലും 1000 കുറി കൊടുത്തെങ്കിലും ഇത്രയൊക്കെ വരുത്തുള്ള നമുക്കറിയാം. പരിമിതരായ നാം മുൻകൂട്ടി കാണുന്ന കാര്യങ്ങൾ അനുസരിച്ച് ക്രമീകരണങ്ങൾ ചെയ്യുന്നെങ്കിൽ തെറ്റിക്കൂടാത്ത ഒരൊറ്റ നമ്പർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്ത കൃത്യതയോടെ അറിയുന്ന ദൈവത്തിന്റെ കലണ്ടർ ക്രമീകരിച്ചിരിക്കുന്നത്, സമയക്രമം ടൈം ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മുന്നറിവിന്റെ അടിസ്ഥാനത്തിലാണ്. സ്തോത്രം. യെശയ്യാവ് പറയുന്ന ഒരു കാര്യം വളരെ രസം എന്ന് പറഞ്ഞാൽ വളരെ ആഴമാണ്. 40-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആകാശത്തിലെ നക്ഷത്രങ്ങൾക്ക് പേരിട്ട് വിളിക്കുന്ന ദൈവം, അവയെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുന്ന ദൈവം. സ്തോത്രം. അവയെ പേരിട്ട് വിളിക്കുമ്പോഴോ നമ്പറിട്ട് വിളിക്കുമ്പോഴോ ഒന്നുപോലും കുറഞ്ഞു കാണുന്നില്ല. സ്തോത്രം. സ്തോത്രം. എന്താ വാസു, 9:55 വായിച്ചോ? അച്ഛാ, സമയമാണോ കാണിച്ചേ? ഓക്കെ. ഞാൻ വിചാരിച്ചു യെശയ്യാവ് 9:55 ഓക്കെ, താങ്ക് യു. 40-ാമത്തെ വാക്യത്തില നമ്മളത് കണ്ടത്, 40-ാം അധ്യായത്തില. എനിക്കൊന്നും തിരിഞ്ഞില്ല. ഇവിടുത്തെ നെറ്റ്വർക്കിന്റെ ആണോ? അല്ല, ഞങ്ങൾക്കും തിരിഞ്ഞിട്ടില്ല. ഓക്കെ ഓക്കെ. ചാക്കുട്ടിയെങ്കിലായിരുന്നോ? ഓക്കെ. അപ്പം ദൈവം തൻ്റെ സർവജ്ഞാനത്തിൽ ഇത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള അറിവിനെ കുറിച്ച് തന്നെയാണ് അലിസാൻഡിയ എഴുതിയ വാക്യം റോമർ 11:33 പറയുന്നത്. ദൈവത്തിൻ്റെ ജ്ഞാനം, അറിവ് എന്നിവയുടെ ധനത്തിൻ്റെ ആഴമേ. സ്തോത്രം. ഇപ്പം അത് വ്യക്തമാണോ? ഓക്കെ. അപ്പോൾ ഈ മഹാപീഡന കാലത്ത് ഇനിയും രക്തസാക്ഷികളാകുവാനുള്ള അവരുടെ ആത്മാക്കളും കൂടെ രക്തസാക്ഷികളാകുവാനുള്ളവരുടെ ആത്മാക്കളും കൂടെ വന്നു ചേരുവോളം നിങ്ങൾ അടങ്ങിപ്പാർക്കണം. ആ മഹാപീഡന കാലത്ത് ഇനിയും മരിക്കാൻ ആൾക്കാരുണ്ട്. അപ്പോൾ യോഹന്നാൻ ഇത് കാണുന്നത് മഹാപീഡനത്തിന്റെ ഒടുവിലല്ല, ഏതാണ്ട് മധ്യഭാഗത്തൊക്കെ ആയിട്ടാകാം എന്ന് നമുക്ക് മാന്യമായിട്ട് ഊഹിക്കാം. ഈ സംഭവം യോഹന്നാൻ കണ്ടതിന് ശേഷവും
രക്തസാക്ഷികളാകേണ്ടവർ ഉണ്ട് എന്നത് മഹാപീഡനം കഴിഞ്ഞിട്ടില്ല യോഹന്നാൻ ഇത് കാണുമ്പോൾ എന്നത് വ്യക്തമാക്കുന്നു. മറ്റൊരു കാര്യം, അങ്ങനെ നിലവിളിച്ചപ്പോൾ അവർക്ക് വെള്ള നിലയങ്കി കൊടുത്തു എന്ന് കാണുന്നു. ആ വെള്ള നിലയങ്കി കൊടുത്തു എന്നതുകൊണ്ട് ചില വേദപഠിതാക്കൾ ഒരഭിപ്രായമാണ് പറയുന്നത്, മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് ഉയർത്തെഴുന്നേൽപ്പിന് മുൻപായിട്ട് ഒരു താൽക്കാലിക ശരീരം കൊടുക്കുന്നു എന്ന്. കാരണം വെള്ള നിലയങ്കി അവർക്ക് ധരിക്കുവാൻ ഒരു ശരീരം വേണമല്ലോ എന്ന അഭിപ്രായത്തിലാണ്, അല്ലെങ്കിൽ ആശയത്തിലാണ്. മറ്റെങ്ങും നമ്മൾ അതിനെക്കുറിച്ച് കാണുന്നില്ല. അതുകൊണ്ട് അതൊരു ആശയമായി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഉപദേശമായിട്ടൊന്നും സ്വീകരിക്കണ്ട. അങ്ങനെ ഒരു ആശയമുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു താൽക്കാലിക ശരീരം അവർക്ക് ലഭിക്കുന്നു എന്ന ഒരു ആശയം. ഏതായാലും അവർക്ക് വെള്ള നിലയങ്കി എന്നുള്ളത് അവരുടെ ആ അവസ്ഥയെക്കുറിച്ചുള്ള അംഗീകാരമായി നമുക്ക് കാണുവാൻ സാധിക്കും. ഏതായാലും സഭാകാലത്തായാലും മഹാപീഡന കാലത്തായാലും കർത്താവിനു വേണ്ടി വേർതിരിയുന്നവരുടെ കൃത്യമായ സംഖ്യ ദൈവത്തിൻ്റെ പക്കലുണ്ട്. അത് ആരെയും അറിയിച്ചിട്ടില്ല. ഒരു മനുഷ്യരോടും ഒരു വിശുദ്ധനോടും കർത്താവ് അത് പങ്കുവെച്ചിട്ടില്ല. അതെല്ലാം ദൈവത്തിൻ്റെ സ്വകാര്യതയിൽ വെച്ചിട്ടുള്ള കാര്യമാണ്. ആവർത്തനം 29 അവസാന വാക്യത്തിൽ വായിക്കുന്നത് പോലെ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവയാകും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ചു പോകേണ്ടതില്ല. ഉപവസിച്ചാൽ ദൈവം വെളിപ്പെടുത്തത്തുമില്ല. ഇനി വെളിപ്പെട്ടെന്ന് ആരെങ്കിലും അവകാശപ്പെട്ടാൽ അത് ദൈവീയമല്ലതാൻ. രക്ഷിക്കപ്പെടുന്നവരുടെ സംഖ്യ, ആരൊക്കെ സ്വർഗത്തിൽ പോകും, ആരൊക്കെ പോകത്തില്ല, ആരൊക്കെ രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, ഇതൊന്നും ദൈവം ആർക്കും വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളല്ല, വെളിപ്പെടുത്തുകയുമില്ല. കർത്താവിൻ്റെ വരവിൻ്റെ സമയം, ഇതൊക്കെ ദൈവം തൻ്റെ സ്വകാര്യതയിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. മനുഷ്യർക്കാർക്കും വെളിപ്പെടുത്തിയിട്ടില്ലാത്തതാണ്. അതെല്ലാം നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് മാത്രം ഉള്ളത്. ഇപ്പോൾ ഒരുപക്ഷെ സമയം ആയി കാണുമായിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ, എങ്കിൽ പിന്നെ നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. അടുത്ത മുദ്രകളിലേക്ക് കർത്താവിൻ്റെ വരവിന് താമസിച്ചാൽ നാളെ പ്രവേശിക്കാം. ഏതായാലും നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ പ്രാവശ്യവും ആംഗ്ലിക്കൻ സഭയുടെ ശവസംസ്കാര ചടങ്ങിലെ ഒരു പ്രാർത്ഥന പറഞ്ഞാണ് നിർത്തിയത്. ഇന്നും അത് ആവർത്തിച്ച് തന്നെ നമുക്ക് നിർത്താം. എന്താണ്? അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സംഖ്യ വേഗം പൂർത്തിയാക്കി രാജ്യം ശീഘ്രം സമാഗതം ആക്കേണമേ, അല്ലെങ്കിൽ ആക്കുവാൻ തിരുവുള്ളമുണ്ടാകണമേ. നമുക്കും കർത്താവിനോട് പ്രാർത്ഥിക്കാം. ജാതികളുടെ സംഖ്യ എത്രയും വേഗം പൂർണ്ണമാക്കി കർത്താവേ അങ്ങ് ഞങ്ങളെ ചേർക്കുവാൻ വരയണമേ. അങ്ങയുടെ രാജ്യത്തിൽ ഞങ്ങൾ പ്രവേശിക്കട്ടെ. ആ സംഖ്യയെ പൂർത്തീകരിക്കുന്നതിൽ ഞങ്ങളെയും അങ്ങ് പങ്കാളികളാക്കണമേ. നമുക്കൊരു പങ്കുണ്ടതിൽ. സ്തോത്രം. രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്തവരോട് കർത്താവിനെ കുറിച്ച് പറയുവാൻ
നമുക്ക് പറയാൻ കഴിയാത്തിടത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ളവരെ അയക്കുവാൻ, അതിന് പണമോ സമയമോ ഒക്കെ ചിലവഴിക്കേണ്ടി വന്നാൽ അതൊക്കെ ചെയ്യുവാൻ. ഞാനിവിടെ അമേരിക്കയിൽ ഒരു ദൈവദാസനെ കണ്ടുമുട്ടി. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇവിടേക്ക് വന്നയാളാണ്. നമുക്കറിയാം, ഇവിടേക്ക് വരുന്നവർക്ക് ആദ്യത്തെ ചില വർഷങ്ങൾ ജോലി ചെയ്തേ പറ്റൂ. അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റിക്കും ഇൻഷുറൻസിനും ഒക്കെ വേണ്ടി ചില വർഷങ്ങൾ ജോലി ചെയ്യണമെന്ന് നിയമമുള്ളതായിട്ടാണ് എൻ്റെ അറിവ്. അങ്ങനെ അവർ ജോലി ചെയ്യുന്നു. സ്കിൽഡ് വർക്കേഴ്സ് ഒന്നും അല്ലാത്തത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാനേ അവർക്കൊക്കെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വരുമാനം കുറവാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഹൃദയം മിഷൻസിന് വേണ്ടി, സുവിശേഷീകരണത്തിന് വേണ്ടി ഏറെ വെമ്പൽ കൊള്ളുന്ന ഒരു ഹൃദയമാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവിടെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഒരു കടയുണ്ട്. പഴയ സാധനങ്ങൾ മാത്രം കിട്ടുന്ന ഒരു കടയാണ്. തുണി ഉൾപ്പെടെ എല്ലാം പഴയത്, പക്ഷെ നല്ല സാധനങ്ങൾ തുച്ഛമായ വിലയ്ക്ക് കിട്ടും. പറഞ്ഞു, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളുമൊക്കെ ഇടുന്ന തുണി മുഴുവനും ഇവിടെ നിന്നും വാങ്ങുന്ന പഴയ വസ്ത്രങ്ങളാണ്. ആ തുച്ഛമായ വരുമാനത്തിൽ പഴയ വസ്ത്രങ്ങൾ മറ്റുള്ളവർ ഉപയോഗിച്ചത് വിൽക്കുന്നിടത്ത് നിന്നും വാങ്ങി അദ്ദേഹം ഉപയോഗിച്ചിട്ട് അല്പം പൈസ ലാഭിച്ച് സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഇടങ്ങളിൽ സുവിശേഷ വേല ചെയ്യുന്നവരെ ഇത്ര പേരെ അദ്ദേഹം ഈ പണം കൊണ്ട് സഹായിക്കുന്നുവെന്ന് എനിക്ക് അദ്ദേഹത്തോട് വളരെ ബഹുമാനം തോന്നി. ഞാൻ എൻ്റെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചു. ചിലയിടങ്ങളിലൊക്കെ അനാവശ്യമായും ധൂർത്തിനു വേണ്ടിയും പണം ചിലവഴിച്ചിട്ടില്ലേ എന്നൊരു ചിന്ത എന്നെ ഭരിച്ചു. അങ്ങനെ ഓർമ്മ വന്നതിനൊക്കെ കർത്താവിനോട് ഞാൻ ക്ഷമ പറഞ്ഞു. വിഷയത്തിലായാലും വസ്ത്രത്തിന്റെ കാര്യത്തിലായാലും മറ്റ് കാര്യങ്ങളിലൊക്കെ ആയാലും നമുക്ക് നമ്മുടെ പണവും സമയവും ഒക്കെ മാറ്റിവെച്ച് എന്തിനു വേണ്ടി ദൈവത്തോടൊപ്പം അധ്വാനിക്കാം. പറഞ്ഞു വന്ന ജാതികളുടെ സംഖ്യ പൂർത്തീകരിക്കുക. ദൈവം പ്രവർത്തന നിരതനാണ്. ഇത്രയും പെട്ടെന്ന് ആ സംഖ്യ ഒന്ന് പൂർത്തീകരിക്കാൻ കർത്താവ് വരാൻ തന്റെ സഭയെ ചേർക്കാൻ ആഗ്രഹിക്കുക. അതിൽ കർത്താവിനോട് പങ്കാളികളാകാം. പണം എങ്കിൽ പണം, സമയം എങ്കിൽ സമയം, കഴിവുകളെങ്കിൽ കഴിവ്, നമ്മെ തന്നെയും കൊടുത്തുകൊണ്ട് എങ്കിൽ നമുക്ക് വേഗം ആത്മനാഥനായ കർത്താവിനോട് ചേരാം. നമുക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ട മാറോട് ചാരാം. നമുക്ക് വേണ്ടി തുപ്പലേറ്റ ആ ഓമന മുഖത്ത് മുത്തം ചെയ്യാം. ആ തിരുക്കരങ്ങളാൽ ആശ്ലേഷിക്കപ്പെടാം. ആ നിത്യത നമ്മുടെ നാഥനോടൊത്ത് ചിലവഴിക്കാം. ആ പ്രത്യാശയോടും സമർപ്പണത്തോടും മുന്നേറാം. ഈ വചനങ്ങൾ അതിന് അനുഗ്രഹവും മുഖാന്തരവുമായി തീരട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.